വാഗേരിയിലെ പ്രശ്നക്കാരനായ കടുവയെ ഐഡന്റിഫൈ ചെയ്തതോടെ വനംവകുപ്പിന്റെ ഓപ്പറേഷൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കടുവയെ തിരയാൻ കുങ്കിയാനകളെ അടക്കം മൂടക്കൊല്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യം എത്തിയത് കുങ്കിയാനയായ വിക്രമാണ്. അതോടൊപ്പം ഇനി ഭരത് കൂടി ദൗത്യത്തിനൊപ്പം ചേരും. നേരത്തെ ഇത്തരം ദൗത്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഡോക്ടർ അരുൺ സക്രയും ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. തൽക്കാലത്തേക്ക് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗമല്ല എങ്കിൽ കൂടി അദ്ദേഹം ഈ ദൗത്യത്തിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത ഇന്ന് ഈ പ്രത്യേക ദൗത്യസംഘത്തിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് ഈ കടുവയെ തിരിച്ചറിഞ്ഞ കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ വയനാട് വൈൽഡ് ലൈഫ് WWL 45 എന്ന നമ്പറിട്ടിരിക്കുന്ന ആൺകടുവയാണ് ഇവിടെ മനുഷ്യനെ കൊലപ്പെടുത്തിയത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കടുവ സെൻസസിലൊക്കെ ഈ കടുവയുടെ ചിത്രങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിൽ ഈ കടുവയെ നമ്പറിട്ട് പ്രത്യേകം പരിഗണിച്ചിരിക്കുന്നത്. 13 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ഇത്തരത്തിൽ നാട്ടിലിറങ്ങിയിരിക്കുന്നത്. കാരണം ഇത് തുടർച്ചയായി വീണ്ടും ജനവാസ മേഖലയിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇതൊരു കോൺഫ്ലിക്റ്റ് ടൈഗർ ആണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വനംവകുപ്പ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഒരു കൂടിൻ്റെ സമീപത്ത് വരെ കടുവ എത്തിയിരുന്നതായും വിവരമുണ്ട്. പക്ഷേ കൂട്ടിൽ കയറിയില്ല. എന്താണെങ്കിലും ഇന്ന് ദൗത്യം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. കുങ്കിയാനകൾ കൂടി സംഘത്തിനൊപ്പം ചേരുന്നു. മയക്കുവെടി സംഘം രാവിലെ മുതൽ കാട്ടിലും ഈ പ്രദേശത്തൊക്കെയുണ്ട്. ഇവിടുത്തെ ഭൂപ്രകൃതിയാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. ഈ സ്വകാര്യ തോട്ടങ്ങളടക്കം കുറ്റിക്കാടുകളും പൊന്തക്കാടുകളും നിറഞ്ഞ പ്രദേശമാണ്. അത്തരം സ്ഥലത്തു നിന്ന് കടുവയെ പുറത്തേക്ക് എത്തിക്കുക എന്ന ദൗത്യം കൂടി ഈ കുങ്കിയാനകൾ നിർവഹിക്കും. എന്തായാലും ഇന്ന് ദൗത്യം ഒരു വിജയകരമായ പര്യവസാനത്തിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ വനംവകുപ്പും.